ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഊണ് തയ്യാറാക്കാം. അതിനായിട്ട് മുരിങ്ങക്കായും മാങ്ങയും പരിപ്പും കൂടിയിട്ട് ആദ്യം ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം. മുരിങ്ങക്കായ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയും പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും ചേർക്കാം. പരിപ്പിലോട്ട് മുരിങ്ങക്കായും മാങ്ങയും ചേർത്തു. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് തേങ്ങ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മുരിങ്ങക്കായൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊക്കെ ചേർത്തു. അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് അരപ്പ് വേവാനായിട്ട് വയ്ക്കാം. മുരിങ്ങക്കായ കൂട്ടാനുള്ള അരപ്പൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്കത് കടുക് പൊട്ടിക്കാം. നമ്മുടെ മുരിങ്ങക്കായ കറി റെഡിയായി. ഇനി നമുക്ക് മത്തങ്ങയും കായും കൂടി എലിശ്ശേരി വയ്ക്കാം. മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കായോടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തങ്ങയും കായും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നല്ല പഴുത്ത മത്തങ്ങ വെച്ചാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. ഇനി നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. എലിശ്ശേരിയിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ഒരു വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മത്തങ്ങയും കായൊക്കെ ഇട്ട കൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തു. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. എലിശ്ശേരിയിൽ അരപ്പിലെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കടുക് പൊട്ടിക്കാം. ഇതിൽ തേങ്ങ വറുത്ത് ചേർക്കും. സാധാരണ നമ്മളിവിടെ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കണില്ല. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒരു ചമ്മന്തി അരച്ചെടുക്കാം. ആദ്യം നമുക്ക് മാങ്ങയും ചുവന്നുള്ളിയും കാന്താരിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിന് ശേഷം അതിലേക്ക് തേങ്ങയും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി തേങ്ങയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു കോവക്കായ മെഴുക്ക് വരട്ടി ചെയ്യാം. കടുക് പൊട്ടിച്ച് കോവക്കായും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നമുക്കിതിലോട്ടിടാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം ചോറ് കൊടുത്തു, എലിശ്ശേരി വിളമ്പാം. കോവക്കായ മെഴുക്ക് വരട്ടി, ഒഴിച്ചുകറി, പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും, ചമ്മന്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കറികളൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.